അപ്പുറത്തെ വീട്ടിലെ ശിവാനന്ദന് കറണ്ടിന്റെ പരിപാടി വന്ന് പോസ്റ്റിടാൻ വന്നപ്പോ എന്റെ വീട്ടിലോട്ട് വന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയാണ്, തുളസിയമ്മ കറണ്ട് വന്നിരുന്നുണ്ട്, അതിനു മുമ്പായി തുളസിയമ്മ കൺസെന്റ് നൽകണോന്ന്. അതിനെന്താ, അത് നല്ല കാര്യമല്ലേ അത്. 14ാമത്തെ വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചു. ഇത്രയും നാളും ഞാൻ കൺസെന്റ് ഇല്ല. എന്റെ പൊന്നമ്മ, അത് ലൈൻ വലിക്കാനാണെന്ന് എനിക്കറിയാം, അത് ലൈൻ വലിക്കാൻ വന്നതാണെന്ന്. പണ്ട് വിളക്കില്ലാത്ത കാലത്ത് ഞങ്ങളുടെ അച്ഛൻ മണിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് 8 മണിയായപ്പോൾ ഒരു വിളക്കം കത്തി തലയിൽ ഒരു തുണി പിടിച്ച് നിന്ന യക്ഷിയാന്ന് പറഞ്ഞിട്ട് ഇവരെ കണ്ടിട്ട് ഓടിയതാ ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ ആസാമിലോട്ട്. ആസാമി ജീവിക്കുക. നിന്റെ അച്ഛൻ പോയെങ്കിൽ എത്ര ഇത്രയും നാൾ നിന്നെ ഞാൻ പഠിപ്പിച്ച് ഇത്രയാക്കിയില്ല. എങ്ങനെ പഠിപ്പിച്ചു? മണ്ണെണ്ണ വിളക്കിന്റെ ചുറ്റിയിരുന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ് മൂക്കിനകത്ത് കൈ കയറി ഇഞ്ഞിരുന്നപ്പോ ഇവരെന്ന് പറയാം, എന്റെ മോനല്ല ഇറങ്ങിപ്പാ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നമ്മേ അടുത്തൊക്കെ ആൾക്കാരുണ്ട് കംപ്ലൈന്റ് കൊടുക്കും, കേസാവും. അത് പിന്നെ വലിയ നൂലാമലയോ. ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കാം. പോലീസ് എനിക്ക് പേടി. എന്റെ നാട്ടിലൊരു 10 ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയില്ലെങ്കിൽ ഈ തുളസിയമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. ഓരോരോ കേസുകൾ ഞാൻ ഉണ്ടാക്കും. അവസാനം പോലീസുകാർ പറഞ്ഞു, തുളസിയമ്മ ഈ പോലീസ് സ്റ്റേഷൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചോ, എന്തിനിപ്പോഴും ഇങ്ങോട്ടും വരണ്ടാന്ന്. എനിക്ക് പേടിച്ച് എനിക്കിതിന്റെ അറിവ് പോലീസ് അറബി പിടിച്ച് നിങ്ങൾ നാക്ക് പിടിച്ചെടുക്കും. ഞാൻ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അമ്മ മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയ്ക്ക് തുടങ്ങിയതാ. അമ്മയ്ക്ക് വേറെ ആരെങ്കിലും നിങ്ങളെ കൊണ്ട് കെട്ടിക്കണം വല്ല ഉണ്ടായിരുന്നു? ഞാനങ്ങ് ചോദിക്കുമോ? ഞാനങ്ങ് സംഭവം ഒന്നും ഉണ്ടായിരുന്നു. അത് ശരിയാവൂല. ഞാൻ ഇനി ഒന്നും ഒന്നുമില്ല. ഞാൻ ഇനി വല്ലതും പറഞ്ഞിട്ട് വേണം നിനക്ക്. എന്റെ മാമന്റെ മോളുണ്ട് ഗീത. അവക്ക് കല്യാണമൊന്നും കഴിഞ്ഞില്ല. ഇന്നാളെ എന്നെ കണ്ട് അമ്മാവിന്നൊരു നീട്ടി വിളി. 100 നാവാ വിളിക്ക്. അവക്ക് 100 നാക്കുണ്ടെങ്കിൽ അവളെ ഒറ്റയ്ക്ക് ഇന്ന് സംഘകാരം പാടാറെക്കൊണ്ട്. അത് മാത്രമല്ല അവളെ കാര്യം പറഞ്ഞമ്മ മറ്റേ പറയട്ടെ. എന്താ പറയട്ടെ? എന്തുവാ? ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അമ്പലത്തിന്റെ കുളക്കടവിലെ പടിയിൽ ഇരുന്നിട്ട് അവര് രണ്ടുകൂടി പാട്ട് പാടുമായിരുന്നു. എനിക്കറിയത്തില്ല. പാട്ടാ ഞാൻ പാട്ടി കുഴപ്പമുണ്ടോ? ഇവിടെ കേൾക്കാൻ വേണ്ടി പാടും. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ പിന്നോളങ്ങളിൽ മിരിയുറക്കിയ സിന്ദൂരം അവരിരുപേരും മറ്റതും മറിച്ചതും ചെയ്തു ആ അമ്പലക്കൽപ്പടവിൽ. അവരിരുപേരും അത്രേ ഉള്ളൂ. അല്ല, അവരിരുപേരും അത്രേ ഉള്ളൂ. അവരിരുപേരും ഇവർക്ക് വരി അറിയാത്തോണ്ട് പറഞ്ഞു പിടിപ്പിച്ചാണ്. എന്നെ കൊണ്ട് പറയിക്കരുത് മനോഹരേട്ട. എന്ത് പറഞ്ഞത്? പിന്നെ എന്തിനാ ഞാൻ ലീവിന് വന്നപ്പോ എന്നെ കയ്യും കലാശവും കാണിച്ച് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്തിനാന്ന് പറ. സത്യം പറഞ്ഞ പണ്ടക്കാട് കണ്ട് ഇവര് പറഞ്ഞു വെച്ചതാ. ഞാൻ നിന്റെ വീട്ടിൽ പെയിന്റിങ്ങിന് വന്നപ്പോ ഞാൻ ബ്രഷിൽ ചേർത്ത് കുടഞ്ഞപ്പോ നീ എന്റെ കൂടെ വന്നില്ലേ? ഞാൻ വിളിച്ചാന്ന് പറഞ്ഞോണ്ട് എനിക്കത് നീ അല്ലാതെ ആരുമില്ലടി. നീയല്ലേ എനിക്കെല്ലാം ചെയ്തു. ആവശ്യമില്ലെന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. ഇവരെ പേടിച്ചിട്ട് ഞാൻ വീട്ടിൽ വെളിയിൽ പോലും പോകത്തില്ല. നീ ഇപ്പോഴും അവളെ പോയി കാണാൻ പോയിട്ടാ? ഞാൻ പോയിട്ടില്ല. ഇവരെ ഇട്ടിട്ട് വീട്ടിലിട്ടിട്ട് എങ്ങനെ പോകും? നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നപ്പോ ഗ്യാസിന്റെ പൈപ്പ് എടുത്ത് കത്തിച്ച് കടക്കാപ്പി അരച്ച് ഇവരെ ഫ്രിഡ്ജ് തുറന്നിട്ട് അപ്പുറത്തെ പിള്ളേരെ വിളിച്ചിട്ട് പറയാം കാശ്മീർ കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം നാശം കാണിക്കുന്നത് ഈ തള്ള. ഇവരെ ഇട്ടിട്ട് ഞാൻ എങ്ങും വെളിയിൽ പോകുന്നില്ല. കടിഞ്ഞിടയ്ക്ക് കേടൊക്കെ തീർന്നു. നമ്മളവിടെ ഉപയോഗിക്കാത്ത ഫ്ലക്സ് സ്വിച്ച് ഇല്ലയോ, അതിനകത്ത് വേട്ടാവളയും കൂട്ടി ഇരിക്കുമായിരുന്നു. അതിനകത്ത് ചെവിത്തോട്ടിട്ട് മാന്തി ഇവരെ കറണ്ട് അടിച്ചു. ഇവർ പറയാം ദൈവസാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേ പൂ കുത്തി ഇപ്പൊ പൂജ ചെയ്യുവായി പുള്ളിക്കാരൻ. കേടൊക്കെ തീർന്നു. അതുകൊണ്ട് ഈ അമ്മ ഇട്ടിട്ട് ഞാൻ എങ്ങും പോകത്തില്ല. നാശം മാത്രമേ കാണിക്കുന്നത്.